എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. പോളിഗൺ, നമ്മുടെ പോളിയൂട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പോളിഗണിൻ്റെ സിസ്ക്യൂ D7, അതുപോലെ തന്നെ നമ്മുടെ ബറ്റാലിയൻ്റെ നമ്മുടെ റോഡ് ബൈക്ക്, ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് സ്പീഡ് കൂടുതൽ? നിങ്ങൾക്ക് ഒരു സംശയം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആണെങ്കിൽ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതാണ്, MTBക്കാണോ അതോ റോഡ് ബൈക്കിനാണോ സ്പീഡ് കൂടാ? നമുക്ക് ചെറിയൊരു സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ. ആയിട്ട് നമ്മുടെ ജൂണോ കുട്ടനാണ് ഇവിടെ ഉള്ളത്. ജൂണോ കയ്യിലൊന്നുമില്ല എന്നറിയാൻ മിടുക്കനവൻ. എത്ര നാളെ എല്ലാവരും കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞേ, എല്ലാവരുടെ അടുത്തും. നീ ഒരു ഹായ് പറഞ്ഞ, ഒരു ഷെയ്ക്കൻഡ് തന്നെ എല്ലാവർക്കും ഒരു ഷെയ്ക്കൻഡ് തന്നെ. കടിക്കലടാ. ഇപ്പോൾ ഓടാൻ വരുമോ? നീ ഓടാൻ വരുമോ? ഇന്ന് അവനെയും കൊണ്ട് ഒരുമിച്ച് ഓടാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 100 മീറ്റർ ഉള്ളൂ കേട്ടോ. 100 മീറ്റർ ചലഞ്ചാണ്. എനിക്കറിയില്ല, ചെറിയൊരു ജലദോഷം കേസ്. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട്. വെയിലത്തൊന്നും ആരും ഇറങ്ങരുത്, റൈഡൊന്നും പോകാൻ നിൽക്കരുത്. കാലത്തെങ്ങാനും പോയിട്ട് തിരിച്ചു വരാം. വെയിലത്ത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ, കാരണം 41 ഡിഗ്രി ഒക്കെ ചൂട് ഒക്കെ പറയണത്. അപ്പോൾ ആരും വെയിലത്തൊന്നും ഇറങ്ങാതെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക വീട്ടിൽ. പണിക്ക് പോകേണ്ട ഒരു പണിക്ക് പോക്കോട്ടാ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് പണിക്ക് പോകാതിരിക്കണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ സുഹൃത്തുക്കളെ. ഞങ്ങളെ ഫൈനലി ചെക്കൻ വന്നിരിക്കുകയാണ്. അനിയനെ വരുത്തിയിട്ടുണ്ട്. ബെറ്റിക്കുട്ടൻ അവനും കൊണ്ടുപോയൊക്കെയായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ബെറ്റിക്കുട്ടൻ എവിടെയെന്ന് ആലോചിച്ചപ്പോഴായിരുന്നു അനിയൻ ബെറ്റിക്കുട്ടനും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അനിയനാണ് ആക്ച്വലി ഷോപ്പിലേക്ക് കൊണ്ടുപോകാനും. എന്താ നീ പോണില്ലേ? വാലാട്ടുണ്ടല്ലോ, ചെല്ല്, സ്നേഹം പ്രകടിപ്പിക്ക്. ആ വെള്ള പാൻറ്റുമ്മ ചെളിയാക്കണ്ട കയറ്റിയിട്ട് കേട്ടോ. ജൂണോ ഓടാൻ റെഡി ആയിട്ടാണ് നിൽക്കണത് കേട്ടോ. എടാ, നിന്റെ ഒരു ഇതിൽ ഏതായിരിക്കും? പോളിയൂട്ടനായിരിക്കോ ബെറ്റിക്കുട്ടനായിരിക്കോ സ്പീഡ് കൂടുതൽ? ചെളിയാക്കല. ബറ്റാലിയനാണോ? ഉറപ്പാ? എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതും ആക്കിയിട്ട് ചെളിയാക്കോ ജൂണോ? ഇല്ല, നനയില്ലാന്നുണ്ട്. സോ ബെറ്റിക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ബറ്റാലിയൻ. ഇവിടെ സ്ക്രാച്ച് ആയില്ലടാ. ഇതിവിടെ ഒരു സ്ക്രാച്ച് വന്നല്ലോ. ബറ്റാലിയൻ നമുക്ക് ഒരു എൻഡ്യൂറൻസ് കാറ്റഗറിയിൽ എടുക്കാൻ പറ്റുന്ന 30,000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു കിടിലൻ വണ്ടിയാണ് കേട്ടോ. എൻ്റേതായ കുറച്ച് തെറ്റുകുറ്റങ്ങൾ കൊണ്ട്, ഈ പറയില്ല, എൻ്റേതല്ലാത്ത കാരണത്താൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇട്ടിട്ട് അവിടെ പോയി മണത്ത് നോക്കടാ. തുരപ്പ വന്നിട്ടുണ്ട്. സ്റ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് റോഡ് ബൈക്ക് ഫീലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, എന്താണ് റോഡ് ബൈക്ക് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ബെറ്റിക്കുട്ടൻ ബറ്റാലിയൻ ബറ്റാലിയൻ്റെ ഫ്രണ്ട് ലൈൻ. സോ ഇതും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ബറ്റാലിയൻ്റെ വണ്ടിയും എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോളിക്കുട്ടനും എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് കളി തുടങ്ങാം. സോ ആദ്യം നമുക്ക് നമ്മുടെ പോളിക്കുട്ടനെ ലോക്കായിരുന്നു ഗൈസ്. പോളിയൂട്ടനെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. പോളിയൂട്ടനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പോളിയൂട്ടനായിട്ട് കുറച്ച് ദൂരം പോയി നിന്നിട്ട് നമുക്കിതിൻ്റെ ടെസ്റ്റിങ് ചെയ്യാം. എന്ന് ചെയ്യാം, ഒരു 100 മീറ്റർ ഇല്ല, ഒരു ഡിസ്റ്റൻസ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അനിയൻ അവിടെ സ്റ്റോപ്പ് വാച്ചും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എടാ സ്റ്റാർട്ട് പറ. ഓക്കെ. ഇത് നമ്മൾ ഫുൾ സസ്പെൻഷനിലാണ് കേട്ടോ ഫസ്റ്റത്തെ ഇത് ചെയ്യണത്. ഓക്കെ, എത്രയായി? 13 14 കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഇത് വരുന്നത് 13 സെക്കൻഡും 13 സെക്കൻഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇത് വന്നത്. ഇനി നമുക്ക് അടുത്തത് ബെറ്റിക്കുട്ടൻ എടുക്കാം. ബറ്റാലിയനെ എടുത്തിട്ട് ഇത് ചെയ്യാം. ഇപ്പം നമ്മൾ ഉപയോഗിച്ചത് പോളിയൂട്ടനാണ് കേട്ടോ. ഫുൾ സസ്പെൻഷൻ വണ്ടിയാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ബറ്റാലിയൻ എടുത്തുകൊണ്ടിരിക്കാം. ബെറ്റിക്കുട്ടൻ എടുത്തിട്ടുണ്ട്. ബെറ്റിക്കുട്ടൻ പറക്കൂട്ടാ. നീ കൈ പൊക്കിയിട്ട് 3, 2, 1 അങ്ങനെ കാട്ടിയോളൂ കേട്ടോ. ഗോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ കാട്ടിയോളൂ, എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. സോ ഗിയറൊക്കെ സെയിം ഗിയർ നമ്മൾ പോളിയൂട്ടൻ ഇട്ടിട്ടുള്ള അതേ ഗിയറിൽ തന്നെ എടുത്തിടാം കേട്ടോ. എൻ്റെ പാൻറ് ഇട്ടോ അവിടെ ഞാൻ അത് മടങ്ങി അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കയറ്റി വയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും. സോ 13.5
1:04 സെക്കൻഡാണ് ഇത് വന്നത്. ഇവിടെ നിന്ന് ഇനി നേരത്തെയും സ്റ്റാർട്ട് ചെയ്ത് എത്ര സെക്കൻഡാ? 9 സെക്കൻഡ് കൊണ്ട് കേട്ടോ. 9 കറക്റ്റ് 9 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ഈ സെയിം ബറ്റാലിയനെ വെച്ചിട്ട് സെയിം ഇതായിട്ട് ചെയ്തത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ബറ്റാലിയനെ അവിടെ കൊണ്ടുപോയിക്ക്. അവിടെ കൊണ്ടുവച്ചിട്ട് പോളിക്കുട്ടിനെ എടുക്ക്. പോളിക്കുട്ടിനെ എടുത്തിട്ട് നീ ഞാൻ ചെയ്തതുപോലെ ചെയ്ത് നോക്കി. ഞാൻ ഇവിടെ നിന്ന് ടൈമർ പിടിക്കാം. ഹെൽമെറ്റ് ശരിക്കും ഇട്ടോളൂ കേട്ടോ. സോ നമുക്ക് വീണ്ടും ലാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ ചെയ്യാം. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വീഡിയോയുടെ പ്രത്യേകിച്ചൊന്നുമില്ല, കറക്റ്റ് വണ്ടി. കാരണം ഞാനിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ജോഷ് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പേര് ചോദിച്ചു തന്നത് ഫുൾ സസ്പെൻഷൻ വണ്ടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിഗിനറാണ് ഫുൾ സസ്പെൻഷൻ 2 സൈഡിലും സസ്പെൻഷൻ ഉള്ളത് വേണം, അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. 2 സൈഡിൽ സസ്പെൻഷനുള്ള വണ്ടികളൊന്നും എടുക്കരുത് ആരും. അത് ഞാൻ ഉപയോഗിക്കുന്നത് ആക്ച്വലി ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, എൻ്റെ റേസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ സസ്പെൻഷൻ വണ്ടികൾ. സസ്പെൻഷൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിനേക്കാട്ട് സ്പീഡിൽ വരാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും MTB എടുക്കാം, ഹാർഡ് ടെയിൽ എടുക്കാം. ഫുൾ സസ്പെൻഷൻ എടുക്കുന്നത് ആക്ച്വലി പ്രൊഫഷണലായിട്ട് റേസ് ആ ഒരു എന്താ പറയുക, ആ ഒരു കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു അഡ്രിനാലിൻ കിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഫുൾ സസ്പെൻഷൻ വണ്ടി എടുക്കുന്നത്. ഹൈബ്രിഡും അതുപോലെ തന്നെ നമ്മുടെ റോഡ് ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻഡ്യൂറൻസ്, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും അങ്ങനത്തെ ഇതുകൾ ചെയ്യും. നമ്മൾ പോയിട്ടുള്ളത് കാശ്മീർ വരെ ഒരു ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു MTBയിലാണ്. അതിൽ ഫ്രണ്ടിൽ മാത്രമേ സസ്പെൻഷൻ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ സസ്പെൻഷൻ ലോക്ക് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ അത് ഒരു 80 കിലോന് മുകളിലൊക്കെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ സസ്പെൻഷൻ്റെ ഇത് കിട്ടുള്ളൂ. പക്ഷേ ഇത് ഫുൾ സസ്പെൻഷൻ വണ്ടിയൊക്കെ നമുക്കൊരു ഹെവിയാണ് കേട്ടോ, എയർ സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ നീ അങ്ങോട്ട് ചെന്നോ, അതിന് ശേഷം ഇങ്ങോട്ട് വായോ. സോ അനിയൻ അവിടെ പോയി നിന്നിട്ടുണ്ട്, ചെസ്റ്റ് ക്യാമറ അവൻ്റെ ഫുട്ടേജ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അവനും ഓൺ ചെയ്യട്ടെ. അപ്പോൾ തുടങ്ങല്ലേ? ഗൈസ് 1, 2, 3 ഞാനിതിലത്തെ സെക്കൻഡ്സുകളാണ് കേട്ടോ നോക്കണത്. ഇത് എത്ര സെക്കൻഡായി? 12 സെക്കൻഡാണ് എൻ്റെ ഇതിലേക്ക് കാട്ടിയത്. ഇതിൽ 39 സെക്കൻഡായി അതിലത്തെ ടൈമർ. 12 സെക്കൻഡാണ് നീ എടുത്തത്, ഞാൻ 13 സെക്കൻഡ് എടുത്തത്. നീ ഇവൻ ചവിട്ടിയിട്ട് 12 സെക്കൻഡ് എടുത്താൽ ഇനി നീ ഇത് കൊണ്ടുപോയിക്ക്, എന്നിട്ട് ബറ്റാലിയനെ എടുത്തുകൊണ്ട് പോവാം. അനിയൻ അത് കൊണ്ടുപോയിക്കട്ടെ കേട്ടോ. എന്നിട്ട് ബറ്റാലിയനെ എടുത്തുകൊണ്ടിട്ട് അപ്പോൾ 2 പേരുടെ ഒരു കമ്പാരിസൺ അറിയാമല്ലോ. അതിൻ്റെ താഴെ ജീൻസിൻ്റെ സൈഡ് ഭാഗം മടക്കി വെച്ചോട്ടോ. എൻ്റെ കണ്ട മടങ്ങിയിരിക്കുന്നത് കണ്ട, ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത്. അത് മടക്കി വെച്ചാൽ അതിൽ കുടുങ്ങും. ഓക്കെ, അത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. ഈ ഞാൻ നേരത്തെ പോലെ തന്നെ 1, 2, 3 എന്ന് ടൈമർ പറയുമ്പോൾ ടൈമർ നോക്കിയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓഫല്ലേ? അവിടെ എത്തുമ്പോൾ ഈ ഭാഗം അടിയിലത്തെ ഒരു വട്ടം അമർത്തിയാൽ മതി. ചെന്നോ, പൊക്കോ. അപ്പം കുഴപ്പമില്ല, അപ്പം സൈഡിൽ ഈ കൂടെ നിന്നോളും. ലോറി ഒന്നല്ലല്ലോ, സൈക്കിളല്ലേ. ഹാർഡ് ഗിയറിൽ ഇട്ടോ, നിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതിൽ കിട്ടോ. എന്നാ കുണ്ടി അല്ല, സൈക്കിൾ നോക്കി. അവിടെ പോയി നിൽക്കട്ടെ, ഞാനിതിൽ ശരിക്കും ടൈമർ ഓൺ ചെയ്യട്ടെ കേട്ടോ. അവൻ അവിടെ പോയി നിൽക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. നേരത്തെ എത്ര സെക്കൻഡ് ആയിരുന്നു നീ? 8.63 സെക്കൻഡാ നീ എടുത്തത്. സോ
അനിയൻ ഒരു സെക്കൻഡ് മേലേക്കാണ് സമയം നിൽക്കണത് കേട്ടോ. കാരണം ഇത് രണ്ടും ആക്ച്വലി ഞാൻ ചെറിയൊരു ഇത് കാട്ടി തന്നതാണ് കേട്ടോ, അത്ര ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല. MTB വേഴ്സസ് ഹൈബ്രിഡ് സൈക്കിൾ ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ഇതാണ് വരുന്നത്. നിങ്ങൾ MTB എടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഫുൾ സസ്പെൻഷൻ വണ്ടികളൊന്നും എടുക്കരുത്. ഇപ്പോൾ പല വണ്ടികളും പല വില കുറവിലും നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും ഫുൾ സസ്പെൻഷൻ വണ്ടികൾ കേട്ടോ. അതെടുക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് റോഡ് ബൈക്കുകളുണ്ട്, അല്ലെങ്കിൽ MTB എടുക്കണം കേട്ടോ. ഇങ്ങനത്തെ വണ്ടി എടുക്കാതെ നിങ്ങൾക്ക് റോഡ് ബൈക്ക് എടുക്കാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ഫ്രണ്ടിൽ മാത്രം, ഇതിപ്പോൾ ഫ്രണ്ടിൽ മാത്രം വരുന്നത്, ബാക്കിൽ സസ്പെൻഷൻ വരാതെ ഫ്രണ്ടിൽ മാത്രം വരുന്ന വണ്ടികൾ എടുക്കാം. അപ്പോൾ അത് ഒന്ന് ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോപ്രായങ്ങളൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയത്. അപ്പോൾ എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്പർ ഇവിടെ ഞാൻ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു റൈഡ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.